ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ ഗാഡി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ള വാഹനം നമ്മുടെ നാട്ടില്, അല്ലെങ്കിൽ എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് വളരെ കോമൺ ആയിട്ട് കാണാത്ത ഒരു വാഹനമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇടുക്കി അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ അതുപോലുള്ള ഹിൽ ഏരിയയിൽ പോകുമ്പോൾ കോമൺ ആയിട്ട് കാണുകയും അല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ കുറവുള്ള ഒരു വാഹനമാണ് എനിക്കിപ്പോൾ ഉള്ള വാഹനം മഹേന്ദ്രയുടെ ജീപ്പ് എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ഒരു വാഹനമാണ്. CJ500D ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. Ready to forget now. I'm not ready yet, ready to forget. I'm not ready yet. I'm not ready yet. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടില് ജീപ്പ് എന്ന് പറയുന്ന വാഹനം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീപ്പ് എന്ന വാഹനം അല്ലെങ്കിൽ മേജർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം കോമൺലി യൂസ് ചെയ്യുന്നത് ഹിൽ ഏരിയയിലാണ്. നമ്മൾ വീഡിയോസിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് 10 പേര്, 13 പേര്, 15 പേരൊക്കെ ഒരേ സമയം ഈ ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്ന റെസ്പോൺസ്. ത്രോട്ടിൽ റെസ്പോൺസ് ആയാലും അല്ലെങ്കിൽ അതിന്റെ പവറിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ആയാലും ഈ ഒരു വാഹനം നൽകുന്നത് വളരെ വലിയ റെസ്പോൺസ് ആണ്. ഈ റീസെന്റ് നമ്മൾ കണ്ടതാണ് നമ്മുടെ ബോച്ചയുടെ ഒരു വയനാട്ടിൽ കുടുങ്ങിയ സമയത്ത് ഇതിന്റെ ജീപ്പിന്റെ കുഞ്ഞനിയനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആളായിട്ടുള്ള ഒരു താറ് കൊണ്ടുവന്നിട്ട് അത്രയും വലിയ ഒരു ബോച്ചയുടെ ഒരു ട്രക്ക് കെട്ടിവലിച്ച ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിനെ പോലും അല്ലെങ്കിൽ ഏത് നിരത്തുകളിലൂടെയും നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മൾ ജീപ്പിനെ കാണുന്നത്. നമുക്കിപ്പോൾ പാറക്കെട്ടായാലും, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു കടലിൻ്റെ സൈഡിലാണ്. ഇവിടേക്ക് മറ്റ് വാഹനങ്ങളൊന്നും കടന്നു വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ജീപ്പ് എന്ന് പറയുന്ന വാഹനം കോമൺലി ഏത് ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊപ്പോൾ ഉള്ള ഈ ഒരു വാഹനം 1995 മേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 4 വീൽ ഡ്രൈവ് ആണ്. റിവേഴ്സ് ഉൾപ്പെടെ 4 ഗിയറാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. കോമൺലി ഡ്രൈവ് ചെയ്യാനായിട്ട് 3 ഗിയറും റിവേഴ്സിന്റെ 1 ഗിയറും ചേർത്ത് 4 ഗിയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ നോർമലി കാണുന്ന ഒരു ജീപ്പിന്റെ ഒരു പാറ്റേൺ അല്ല, അല്ലെങ്കിൽ ആ ഒരു രൂപമല്ല ഈ ഒരു വാഹനത്തിന്. കുറച്ചൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ വാഹനവും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രോട്ടച്ച് കസ്റ്റംസിൽ നിന്നാണ്. ഈ ഒരു വാഹനം ഏകദേശം ഇതിന്റെ ഓണർ 4 ലക്ഷത്തോളം രൂപ, അതായത് വണ്ടി ഉൾപ്പെടെ ചെലവഴിച്ചിരിക്കുന്നത് 4 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ എന്താണ് ഈ 4 ലക്ഷം രൂപയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വാഹനത്തിന്റെ വില ഉൾപ്പെടെ, അല്ലെങ്കിൽ പഴയ ഓണറിൽ നിന്ന് ഈ ഒരു വാഹനം വാങ്ങിയത് ഉൾപ്പെടെ 4 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇതിന്റെ മുൻവശങ്ങളിലേക്ക് വരുമ്പോഴേക്കും, നിങ്ങൾക്കിപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബുൾബാർ. നോർമലി വരുന്ന ബുൾബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബമ്പറിന്റെ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളമാണ് വരുന്നത്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ സൈസ് നോർമലി വരുന്ന വീലിനെക്കാട്ടിൽ കുറച്ചുകൂടി വലിയ ബലൂൺ ടയർ പോലെ തോന്നിക്കുന്ന ടയേഴ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 16 ഇഞ്ച് ടയേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാനാകും ഒരു സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. സ്നോർക്കൽ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, ഒരു ഡമ്മി പീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഈ സ്നോർക്കൽ കാര്യം നമ്മുടെ നാട്ടിൽ ഈ സ്നോർക്കലിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വലിയ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമല്ല. ഇൻ കേസ്
നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്നോർക്കൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഡോർ കാണാനാകും. നോർമലി വരുന്ന ജീപ്പിന് ഫുള്ളി കവേർഡ് ചെയ്ത് വരുന്ന ഡോറായിരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൽ കമ്പിക്കകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡോറാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഈ ഒരു വാഹനം മറിയുകയാണെങ്കിൽ, മറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് മറിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു അപകടവും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോൾ ഗേജ് നമ്മൾ ഈ വാഹനത്തിന് ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ആ റോൾ ഗേജിന് വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചുമപ്പ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി ടോട്ടലി നമ്മൾ ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻവശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഈ ഒരു ഫ്ലാപ്പ്, വീലിൻ്റെ ഫ്ലാപ്പ് വരുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു കർവി ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. 2 ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രില്ല് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ ഫ്രണ്ടിൽ. അതെല്ലാം വണ്ടിയുടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിന് തൊട്ട് താഴെയായിട്ട് 2 ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ആചാന ബാഹുവായിട്ട് ഈ ഒരു വണ്ടിയെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബലൂൺ ടയേഴ്സ് തന്നെയാണ് വണ്ടിക്ക് ഇത്രയും വലിയൊരു ഭീകര ലുക്ക് കൊടുക്കുന്നത്. ബുൾ ബാർ കുറച്ച് ഫ്രണ്ടിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ബുൾ ബാർ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ബമ്പർ പീസ് നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിനോട് തൊട്ട് ചേർന്നുള്ള രീതിയിലാണ് നിൽക്കേണ്ടത്. എന്നാൽ ടയറിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് നമ്മൾ ബുൾ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു 3 പീസായിട്ട് വരുന്ന ബമ്പറായിരുന്നു ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് നമ്മൾ ഒറ്റ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്നോർക്കൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്നോർക്കൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ഡമ്മി പീസാണ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്നോർക്കൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതിനകത്തായിട്ട് നമ്മുടെ റോൾ ഗേജ് ചുമന്ന നിറത്തിലുള്ള നമ്മുടെ CPMൻ്റെ പൊടിയുടെ അതേ നിറത്തിലുള്ള റോൾ ഗേജ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ പുറകു വശത്തേക്ക് കൂടി പോയി നോക്കാം. പുറകു വശത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വണ്ടിയുടെ പുറകു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ മഹേന്ദ്രയുടെയൊക്കെ ഒരു പ്രചോദനമായിട്ട് മാറിയിട്ടുള്ള വില്ലീസിൻ്റെ മോഡൽ ഒരു ബ്രേക്ക് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ നോർമലി നേരത്തെ ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരുന്നത് നീളത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ്, ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്, ഒരു റിവേഴ്സ് ലൈറ്റ്, ഇത്രയും വരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ജീപ്പിൻ്റെ മുതുമുത്തശ്ശനായിട്ടുള്ള വില്ലീസിൻ്റെ ഒരു മോഡലിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു വലിയ ഒരു സ്റ്റെപ്പിനി ടയർ സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി അത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കസ്റ്റം ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. വണ്ടിയിൽ ഓൾറെഡി ഉള്ളത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കാര്യമാണ്. ഇതിൻ്റെ പുറയിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമലി ഈ ഒരു ലൈറ്റ് കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് റിവേഴ്സ് ലൈറ്റ് ഇല്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ. അകത്തേക്ക് കയറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും മാത്രമേ നമ്മൾ അകത്ത് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കോമൺലി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ള അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റോൾ ഗേജ് ആണ്. ആ റോൾ ഗേജ് ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ റോൾ ഗേജ് ചെയ്ത കാര്യം പറഞ്ഞു. ഇതാണ് ആ റോൾ ഗേജ്. ഈ വണ്ടി ഇനി ഒരു ആന കുത്തി മറിച്ചാൽ പോലും ഈ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ആൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. വണ്ടി മറിയുന്നത് മൂലം ഒന്നാമത് നമുക്കറിയാം ഈ വണ്ടിയുടെ റൂഫ് എന്ന് പറയുന്നത് ഹാർഡ് ടോപ്പ് അല്ല, പടുതയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പടുത ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ആളിന് നല്ല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു റോൾ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ മുന്നിൽ നമ്മൾ 2 കപ്പ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിറകിലേക്ക് വരുന്ന സമയത്ത് നോർമലി ഉള്ള നീളത്തിലുള്ള ഒരു 2 പേർക്ക്
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന, അത് ലോങ് പോകുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 സീറ്റും ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കും. ഇതിന്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നല്ല സൗണ്ടാണ്. ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ല. നല്ല സൗണ്ടുള്ള ഒരു വാഹനമാണ് ജീപ്പ് എന്ന് പറയുന്നത്. കോമൺലി ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ വണ്ടി ഓടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ തോന്നില്ല. കാര്യം ആ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ്, കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കും കൂടെ ആ ഒരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു രസം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ നിർമ്മാണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പുറമേ നിന്നും അകമേ നിന്നുള്ള വിശേഷങ്ങൾ. നമുക്കിനി ഇതിന്റെ ഓണറായിട്ടുള്ള സുരാജ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഇതിന്റെ ഓണറായിട്ടുള്ള സുരാജിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് സുരാജിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ വണ്ടിയുടെ വശങ്ങളിലേക്ക് വന്നപ്പോൾ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഈ സീറ്റിലേക്ക് കയറുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡിൽ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നട്ടുകളും ബോൾട്ടുകളും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ റോൾ ഗേജിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഡോറ് തുറന്നതിന് ശേഷം ഇവിടെ പിടിച്ചിട്ട് സുഖമായിട്ട് ഈ വണ്ടിയിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അതിന് എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. പക്ഷെ ഇറങ്ങുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള സുരാജ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സുരാജിനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വിശ്വവിഖ്യാതമായിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള സുരാജ്. സുരാജ് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിയത് മുതൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ എത്തുന്നവരെ ഞാനും ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന്? ഒരു 4x4 വേണമെന്നുള്ള ഒരു താല്പര്യം, ആഗ്രഹം, പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിയതാണ്. അപ്പോ ഈ ഒരു വണ്ടി വാങ്ങിയ സമയത്ത് നമുക്കറിയാം നമ്മുടെ വീടെന്ന് പറയുന്നത് കടലിന്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്, അല്ലെങ്കിൽ നട്ടുകൾ വരെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി നമ്മുടെ ഒരു സ്ഥലത്തിന് പറ്റിയതല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഈ ഒരു വണ്ടി അല്ലാതെ വേറൊരു വണ്ടിയും ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ അല്ല ഹിറ്റാച്ചിയോ JCB ഒക്കെ ആയിരിക്കണം നമ്മളിപ്പോ ഈ കയറി വന്ന വഴി കയറി വരുന്നത്. അപ്പോൾ വണ്ടി വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഈ വണ്ടി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് കാണിച്ചത് ഒരു മണ്ടത്തരമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. വണ്ടി വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് നെഗറ്റീവ് പറയാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത്? വീട്ടുകാരുടെ റെസ്പോൺസ്, അമ്മയാണ് ഈ വണ്ടിയുടെ ഒരു ആഗ്രഹം, സത്യത്തിൽ വണ്ടികളുടെ ഒരു ആഗ്രഹം ഉണ്ടാക്കി തരുന്നത്. അമ്മയ്ക്ക് വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛൻ അത്രയ്ക്ക് സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. അമ്മ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ജീപ്പ് മേടിക്കാൻ പോകുന്നത്? ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ആവശ്യകതയും കൂടെ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള ഒരു നീഡ്, എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഒരു 4x4 കയ്യിലുണ്ട്, 2 എനിക്ക് എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ലോഡ് ബാക്കിൽ കയറ്റാം. അതായത് പറയാൻ വിട്ടുപോയി, കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയുമാണ്. അതേസമയം നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, അല്ലെ? ഏത് ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിനകത്ത് മാക്സിമം എത്ര പേര് അല്ലെങ്കിൽ എത്ര വെയിറ്റ് വരെ ക്യാരി ചെയ്ത് പോയിട്ടുണ്ട്? ബാക്കിൽ നിലവിൽ ഇപ്പം ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യക്കുറവുണ്ട്. കാര്യം ഇത് റോൾ ഗേജ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലോവർ ചെയ്യേണ്ടി വന്നു. വെയിറ്റ് 750 കിലോ വരെ കയറ്റാം. 10-15 ചാക്ക് സിമെന്റ് ഒക്കെ കയറ്റലുണ്ട്. 10-15 ചാക്ക്, ഒരു ചാക്ക് 50 കിലോ. അപ്പൊ 15 ചാക്ക് എന്ന് പറയുമ്പോൾ 750 കിലോയോളം സിമെന്റ് ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടിയിൽ ഈ സിമെന്റ് കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒന്നും പറയാം. അതാ ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
കാര്യം ഇത് ഈ പുറം കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പർപ്പസും കൂടി ഇതിനുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നില്ല. പക്ഷെ സത്യത്തില് ഇതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്കകത്ത് കുറച്ച് ലോഡ് അല്ലെങ്കിൽ വെയിറ്റ് കയറുന്ന സമയത്താണ് ഇതിന്റെ കറക്റ്റ് ഒരു പെർഫോമൻസ് കിട്ടുന്നത്. ഫ്രണ്ട് ഒന്ന് ലിഫ്റ്റ് ആവും വെയിറ്റ് കയറുന്ന സമയത്ത്. ഫ്രണ്ട് ലിഫ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു സുഖമുണ്ട്, സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഓക്കെ. അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോ കറന്റ് ഞാൻ ഈ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് ജീപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിന്റേജ് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളോട് അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. കറന്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? 4x4 എൻഗേജ് ചെയ്യുന്ന സമയത്ത് 12 താഴെയൊക്കെ കിട്ടാറുള്ളെന്നാ തോന്നുന്നത്. 10-12 മെക്കാനിക്കൽ ഗേജ് ആ വരുന്നത്. കറക്റ്റ് മൈലേജ് എനിക്കറിയില്ല എത്ര നോക്കിയിട്ടില്ല. 4x4 എൻഗേജ് ചെയ്യാതെ പോകുന്ന സമയത്ത് ഏകദേശമാണ് ഞാൻ ചോദിക്കുന്നത്. 14-15 കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. 14-15 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഈ വണ്ടി ഈ കാണുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ പെയിന്റിന്റെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ സ്നോർക്കല്, റോൾ ഗേജ്, ഫ്രണ്ട് ടയേഴ്സ് ചേഞ്ച് ചെയ്തത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇതെല്ലാം കൂടെ ചേർത്ത് വണ്ടിയുടെ വില എല്ലാം കൂടെ ചേർത്ത് എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ട്? എല്ലാം കൂടെ ഒരു 4,15,000 രൂപയോളം ചെലവായിട്ടുണ്ട്. 4-4.5 ലക്ഷം രൂപയോളം വണ്ടിയുടെ വില ഉൾപ്പെടെ ചെലവായിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ പ്രോടച്ചിൽ നിന്ന് കുറെ വണ്ടികൾ നമ്മൾ പുറത്തിറങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റീസെന്റ് അതിന്റെ കസ്റ്റമർ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി പ്രോടച്ചിൽ കൊണ്ടുചെന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, അയ്യോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വണ്ടി ചെയ്ത് കിട്ടുമോ എന്നൊരു തോന്നല്. ഓഫ് കോഴ്സ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വണ്ടി കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കും ഞാൻ പറയുന്ന പോലെ ആയി കിട്ടുമോ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ആ ഒരു തോന്നല് എത്രത്തോളം അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ സണ്ണിയും ദീപേഷും അവര് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ ഈ വണ്ടി ഇപ്പൊ എത്തിയിട്ടുണ്ടോ? ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റെപ്പിനി ടയർ ഉണ്ടായിരുന്നു, അതെവിടെ പോയി? അത് ഇളക്കി മാറ്റി. അത് കുറച്ചും കൂടെ ഒന്നൊരു ഷോർട്ട് ഫീൽ എനിക്ക് ഇതില്ല, കുറച്ചും കൂടെ ഒരു ലുക്ക് ഫീൽ ചെയ്തത്, അതുകൊണ്ട് ഇളക്കി വെച്ചതാണ്. കാര്യം ഞാന് 2 ദിവസം മുമ്പ് കാണുന്നവരെ സ്റ്റെപ്പിന് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോ പെട്ടെന്ന് കാണാഞ്ഞോണ്ട് ചോദിച്ചാണ്. ഓക്കെ. അപ്പൊ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മുടെ വീഡിയോ ഉണ്ട്, നമ്മള് ടോട്ടൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു 4-4.5 ലക്ഷം രൂപയോളം നമുക്ക് ചെലവായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാനൊരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 5.5 ലക്ഷം രൂപ തരാം, കൊടുക്കുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കില്ല. നിലവിൽ കൊടുക്കുന്നില്ല. കാര്യം ഇതൊരെണ്ണം എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ ഇത് ഇങ്ങനെ ഒരെണ്ണം വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ലൊക്കാലിറ്റിയിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ദൂരോട്ടൊക്കെ പോകണം. അപ്പം അവരെ കൊണ്ട്, ദിവേഷിനെയും സണ്ണിയെയും കൊണ്ട് ഇത് ചെയ്യിച്ചെടുപ്പിച്ചു. അതിനകത്ത് ഞാനും കുറെ എഫേർട്ട് ഇട്ടു, അവന്മാരും കുറെ എഫേർട്ട് ഇട്ടു. നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഈ കറക്റ്റ് മെഷർമെന്റിലെല്ലാം കാര്യങ്ങൾ കിട്ടാനായിട്ട്. നമുക്ക് പ്രത്യേകിച്ച് വലിയ റെഫറൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇതിനകത്തോട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ പെട്രോൾ ടാങ്ക് ഉൾപ്പെടെ, ഡീസൽ ടാങ്ക് ഉൾപ്പെടെ പുതിയതാണ്. അപ്പം അതുകൊണ്ട് ഇനി തൽക്കാലം ഇരിക്കട്ടെ കയ്യില്. ഇതിനകത്ത് ഇപ്പോ നമുക്കൊരു 4 പേർക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു 5 പേര് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എങ്കിലും എനിക്ക് തോന്നുന്നു മുമ്പിലിരിക്കുന്ന ആളിന് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ കംഫർട്ട് കുറവാണ് ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് സുഖമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ പിടിക്കാൻ ഹാൻഡിലും ഒക്കെ ഉള്ളത് കൊണ്ട് സുഖമാണ്. ഇതിനകത്ത് ലോങ് എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? ഞാന് കരുനാഗപ്പള്ളി തെന്മല ആണ് ലോങ് പോയിട്ടുള്ളത്. തെന്മല. അതെ, ലോക്കൽ ഓട്ടമാണ് കൂടുതൽ. ദൂരെ ഓട്ടത്തിന് വേറെ വണ്ടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കാറില്ല. കാര്യം ഓഫ് റോഡ് നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ഫുൾ പവർ കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ഫുള്ള് അതിന്റെ ഒരു രസം കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓഫ് റോഡ് പോയെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഓഫ് റോഡ് കുറവാണ്. ഇനി എവിടെയെങ്കിലും ഈ ഒരു വണ്ടിയായിട്ട് പോകാനായിട്ട് റീസെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതായത് ഒരു ഓഫ് റോഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന അല്ലാതെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് എന്നെങ്കിലും ഒരു ഓഫ് റോഡ് ചെയ്യണം. പക്ഷെ ഞാൻ ഓഫ് റോഡിൽ അത്രയ്ക്ക് എഫിഷ്യന്റ് അല്ല, എക്സ്പേർട്ട് അല്ല. അപ്പൊ അതിന്റെ ഒരു പോരായ്മയുണ്ട്. അത് ഉടനെ പരിഹരിച്ച് പോകുന്നതായിരിക്കും അല്ലേ? അതെ, നോക്കാം. അപ്പോ ഇനി ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ജീപ്പ് എടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട്, ഒരു ജീപ്പ് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഇനി ഒരാൾ ജീപ്പ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ
എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ജീപ്പ് വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ജീപ്പ് കൊണ്ടു നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത്? ഒരു നോർമൽ വണ്ടി യൂസ് ചെയ്തിട്ട് ജീപ്പിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ജീപ്പിന്റെ ഒരു സൗന്ദര്യം കണ്ടിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ റോയാണ്, ഭയങ്കരമായിട്ടുള്ള കുലുക്കം കാണും, നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പം മെയിൻ്റനൻസിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നല്ലൊരു മേശിരി, ഒരു മെക്കാനിക്ക് നമ്മളുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ അടുത്ത് നിയർ ബൈ ഒരു മെക്കാനിക്ക് വേണം. ഇല്ലാണ്ട് ഇത് എടുത്തിട്ട് കാര്യമില്ല. നോർമലി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പ്രത്യേകിച്ച് 4x4 കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുളമാക്കി തരും. അതാണ് അറിയാവുന്ന ജീപ്പ് പണിയുന്ന ആളല്ല, ജീപ്പിനെ കുറിച്ച് അറിയാവുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ കുളമാവും, മോശമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഭാഗ്യത്തിന് ഭരണിക്കാവിൽ ഒരു മേശിരി ഉണ്ട്, പുള്ളിയാണ് മെക്കാനിക്കൽ സൈഡൊക്കെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ 4x4 നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ഈ 4x4 യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടെറൈൻ, എങ്ങനെയുള്ള ടെറൈനിലൊക്കെയാണ് നമുക്ക് നോർമലി ഒരു 4x4 എൻഗേജ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നത്? എനിക്ക് 4x4ന്റെ കേസിൽ തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, 4x4 മാത്രം കൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടായെന്ന് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ടയർ ഉൾപ്പെടെ നമ്മൾ ആ ഒരു സ്പെക്കിലോട്ട്, ഇപ്പം സാൻഡ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടയർ യൂസ് ചെയ്യുക, അതല്ല മഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള. അപ്പം ടയറിനും ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പുതിയ ജീപ്പ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സുരാജിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പുള്ളിയോട് വിളിച്ച് ചോദിക്കാം അല്ലേ? ജീപ്പിന്റെ എന്ത് കാര്യങ്ങളായാലും വിളിച്ച് ചോദിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, ചോദിക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാഹനപരമായിട്ടുള്ള ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിശേഷങ്ങൾ, വണ്ടിയുടെ പുതിയ വണ്ടികളുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വാഹനത്തിന്റെ പുതിയ വിശേഷവുമായി, പുതിയ ഓണറിന്റെ പുതിയ കാര്യങ്ങളും ഒക്കെ ആയി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.